ആറ്റിങ്ങിൽ നിന്ന് പോത്തൻകോടേക്കുള്ള യാത്രാമധ്യേ കണ്ട ഒരു ബോർഡാണ് എന്നെ ആകർഷിച്ചത്. ബുദ്ധഭൂമി എന്നുള്ള ബോർഡ്. ആ ബോർഡ് കാണുമ്പോൾ അവിടെ ഇറങ്ങി. ആ സ്ഥലത്തിൻ്റെ പേര് മേലെ തോന്നയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് വെങ്കോട് എന്നൊരു പേരുണ്ടെന്നാണ് കേൾക്കുന്നത്. അവിടുത്തെ ഒരു ബുദ്ധക്ഷേത്രം മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുകയാണ് ബുദ്ധക്ഷേത്രം. ഞാനവിടെ എത്തുമ്പോഴും ഗേറ്റൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. ഗേറ്റ് തുറന്ന് പതുക്കെ എൻ്റെ അകത്തേക്ക് പോയി ക്ഷേത്രം കാണാൻ പോയി. ബുദ്ധൻ്റെ ഒരു വലിയ പ്രതിമ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ബുദ്ധക്ഷേത്രമാണെന്നൊക്കെയാണ് പല റൈറ്റപ്പുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഈ കഴിഞ്ഞ ബുദ്ധ പൂർണിമയുടെ അന്നും അവിടെ വലിയ ആഘോഷങ്ങളൊക്കെ നടന്നതിൻ്റെ ഇതൊക്കെ അവിടെ കാണാൻ കഴിഞ്ഞു. സ്റ്റേജും കാര്യങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ശ്രീബുദ്ധൻ്റെ ക്ഷേത്രമാണ്. വെങ്കലത്തിൽ തീർത്ത മനോഹരമായിട്ടുള്ള പ്രതിമ. ഇത് ബാക്ക് സൈഡിൽ ചെല്ലുന്ന സമയത്ത് കാണുന്ന ഒരു വ്യൂ ആണ്. ഫ്രണ്ടിലും ബാക്കിലും 2 ബുദ്ധ പ്രതിമകളുണ്ട്. അതിൽ ഫ്രണ്ടിലെ ബുദ്ധൻ്റെ പ്രതിമ എന്ന് പറയാൻ നമുക്ക് റോഡിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. ബാക്കിലുള്ളത് ടെമ്പിളായിട്ട് ക്ലോസ് ചെയ്തേക്കുന്ന ഒരു ബുദ്ധൻ്റെ സ്റ്റാച്യു ആണുള്ളത്. കേരളത്തിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് ഇങ്ങനെയൊരു സ്ഥലം ഉണ്ടെന്നുള്ള കാര്യം പലർക്കും അറിയത്തില്ല. വളരെ മനോഹരമായിട്ടുള്ളൊരു ബുദ്ധൻ്റെ സ്റ്റാച്യുവും അതുപോലെ തന്നെ ഒരു വളരെ പോസിറ്റീവ് എനർജി നമുക്ക് നൽകുന്നൊരു സ്ഥലമാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നടന്ന് വരികയാണ് ഞാൻ. ബാക്കിലൊരു ടെമ്പിളുണ്ട് ബുദ്ധൻ്റെ. അതിൻ്റെ അകത്ത് നോക്കുമ്പോഴേ അവിടെ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്യു കാണാം. എപ്പോഴെങ്കിലും നിങ്ങൾ അതിൽ കൂടെ പോവുകയാണെങ്കിൽ ഒന്ന് പോയി കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.